ഏകദേശം 50ഓളം വണ്ടികൾ നിരത്തിയിട്ടിരിക്കുകയാണ്. 50ഓളം വണ്ടികൾ ഇപ്പൊ നിലവിൽ റെഡി സ്റ്റോക്ക് നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. എല്ലാ ഇന്നോവകളും നമുക്ക് അങ്ങനെയാണെന്ന് ഏകദേശം എല്ലാ ഇന്നോവകൾക്കും ഒരു 1-1.5 ആ റേഞ്ച് ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഫിനാൻസ് ചെയ്യാം. പിന്നെ തേഞ്ഞ ടയർ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. പിന്നെ കസ്റ്റമർ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തീർച്ചയായി കൊടുത്തേ കൊടുക്കുള്ളൂ. സീറ്റ് കവർ മാറ്റിയിട്ട് ഇതിന് നമ്മൾ ഒരു ഓഫർ പ്രൈസ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഓഫർ പ്രൈസ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിടലൻ സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അലേവിയിലും കൂടി ഇടണം. അത് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ടും കൊടുക്കാം. ഏകദേശം ഒരു 8-8.5 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. അതാണ് നമ്മൾ 7.25 രൂപക്ക് നമ്മൾ കൊടുക്കുന്നത്. കമ്പനി അലോയ് കാര്യങ്ങൾ, എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് 2.25 രൂപയ്ക്ക് ഇന്നോവ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. 50ഓളം ഇന്നോവകൾ അറ്റ് എ ടൈം ഉള്ള ഒരു ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റെഡ് ബെൽ അല്ലേ? റെഡ് ബെൽ ആബിദ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഇവിടുത്തെ ലോറിക്കാണ് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. മൂപ്പർ എപ്പോഴും ബിസി ആയിട്ട് പോകലാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ മാസത്തിന് മുന്നത്തെ മാസം ഇവിടെ വന്ന് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ആ സമയത്ത് സിറാജാണ്. ഇന്നിപ്പോ ആബിദാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഏകദേശം 50ഓളം വണ്ടികൾ നിരത്തിയിട്ടിരിക്കുകയാണ്. 50ഓളം വണ്ടികൾ ഇപ്പൊ നിലവിൽ റെഡി സ്റ്റോക്ക് നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട്. വണ്ടി പരിചയപ്പെട്ട് തുടങ്ങിയാലോ? കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം. നമ്മള് മലപ്പുറം മോങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടോട്ടിയുടെ മലപ്പുറത്തിന്റെ കറക്റ്റ് സെന്റർ. കൊണ്ടോട്ടിയിൽ നിന്ന് 9 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് 9 കിലോമീറ്റർ. കറക്റ്റ് മോങ്ങ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ വണ്ടി നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു. ഓൾറെഡി ഈ സൈഡിൽ നിന്ന് തുടങ്ങിയാലോ? ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതെല്ലാം റീ വണ്ടികളാണ് കേട്ടോ അല്ലെ? കൂടുതലും റീ വണ്ടികളാണ്. 1-2 കേരള വണ്ടികൾ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇവിടുത്തെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഒക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി പറഞ്ഞാണ് വണ്ടികൾ കൊടുക്കുക. അങ്ങനെയുള്ള വണ്ടികൾ അങ്ങനെ ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഒക്കെ പിന്നെ എന്തായാലും റൂട്ടുമ്പോൾ കൂടെ ഓടുന്ന വണ്ടികളല്ലേ, അതൊക്കെ ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ റീ വണ്ടികൾക്ക് നമ്മൾ ഗ്യാരണ്ടി പറയാറില്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വണ്ടികളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുത്താൽ മതി. അങ്ങനെ തലവേദനയൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ വണ്ടി ഇത് 2015 G4 നമ്പർ ആയ വണ്ടിയാണ്. എക്സ്ട്രാ അലേവിയിൽ സീറ്റ് കവർ, ബാക്കിൽ പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ നമുക്ക് പറയാം. ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമ്മൾ 960 ആണ് ചോദിക്കുന്നത്. ഒരു 930 കിട്ടിയാൽ നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫിനാൻസ് കിട്ടും. ഏകദേശം ഒരു 1-1.5 രൂപ മുടക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ഫിനാൻസ് ചെയ്യാൻ കഴിയും. ചെയ്യുകയാണെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ കഴിയും. നീറ്റ് ആൻഡ് ക്വാളിറ്റി, എക്സ്ട്രാ അലേവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി 2015 G4. അപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2012 G4 ഒറിജിനൽ കേരള വണ്ടി. നമ്മളിൽ റയർ പീസസ് ആയിട്ട് മാത്രമുള്ള കേരള വണ്ടികളിൽ ഒരു കേരള വണ്ടി 2012 G4. G4നെ അപേക്ഷിച്ച് എക്സ്ട്രാ അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1,70,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണിത്. കിലോമീറ്റർ KL വണ്ടി ആകുമ്പോൾ നമുക്ക് ജെനുവിൻ കിലോമീറ്റർ പറയാൻ കഴിയും. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ 8 രൂപയുടെ വണ്ടിയാണ്. ഒരു 790 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫിനാൻസ് കിട്ടും. ഇതിന് ഏകദേശം 8 രൂപയുടെ വണ്ടിയല്ലേ, ഒരു 5-6 രൂപ റേഞ്ചൊക്കെ ഫിനാൻസ് കയറും. ഏകദേശം ഒരു 1-1.5 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഏകദേശം എല്ലാ ഇന്നോവകൾക്കും ഒരു 1-1.5 ആ റേഞ്ച് ഡൗൺ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതും 2015 G4 നല്ല വൈറ്റ് കളർ ഒരു വണ്ടി. KL ആക്കിയതാണ്. ഇതിന് നമ്മള് 9.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിട്ടുവീഴ്ച നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ് ഇവിടെ പറയുന്നതൊക്കെ. വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ എക്സ്ട്രാ പറയുകയാണെങ്കിൽ നല്ല Z ക്രിസ്റ്റന്റെ അലേവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങൾ, സ്കേറ്റിംഗ്, സ്പോയിലർ കാര്യങ്ങൾ, ഇതൊന്നും പിന്നെ നമ്മൾ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല. എല്ലാ വണ്ടികൾക്കും നമ്മൾ ഏറെക്കുറെ എല്ലാത്തിനും ചെയ്യുന്നതാണ്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരു കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് എത്രത്തോളം നീറ്റാക്കാൻ കഴിയും അത്രത്തോളം നമ്മൾ നീറ്റാക്കിയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ടയർ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. പിന്നെ കസ്റ്റമർ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തീർച്ചയായും കൊടുത്തേ കൊടുക്കുള്ളൂ. അടുത്ത വണ്ടി അടുത്തത് 2012 നല്ലൊരു റെഡ് കളർ വണ്ടി. ഈ കളറിനൊരു ഹൈലൈറ്റ് ഉണ്ട്. എവിടെ കിടന്നാലും കാണും, ആൾക്കാർ ശ്രദ്ധിക്കും. ഏതായിരുന്നു വേരിയന്റ്? ഇത് 2012 മോഡൽ വി ഓപ്ഷൻ വണ്ടി. വി ഓപ്ഷൻ വണ്ടിയാണ്.
അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 7.25 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 7.5 രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 7.5 രൂപ ഫൈനൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടും. ഇതിനകത്ത് എല്ലാം ഷോ കണ്ടീഷൻ ആണോ? എല്ലാം ഷോറൂം കണ്ടീഷൻ ആണ്. എക്സ്ട്രാ എന്ന് പറയാനൊന്നുമില്ല, കാരണം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. അടുത്ത ഇന്നോവ ഇത് 2010 മോഡൽ G4 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല സിൽക്കി ഗോൾഡ് കളർ, എക്സ്ട്രാ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. ആൻഡ്രോയിഡ് സെറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിമേൽ. സീറ്റിന്റെ അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. 2010 അപേക്ഷിച്ച് നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഈ കളറിന് ഡിമാൻഡ് ഇടുന്നു. സിൽക്കി ഗോൾഡിന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 4.25 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 4.60 ഒക്കെ ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നാലും നമ്മുടെ എന്തെങ്കിലുമൊക്കെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും കണ്ട് സംസാരിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, നമുക്ക് ചെയ്തു കൊടുക്കാം. 2010 ഫിനാൻസ് കിട്ടും. 10 ഫിനാൻസ് വലിയ കിട്ടലൊന്നും കിട്ടൂല. കിട്ടുകയാണെങ്കിൽ ഒരു 2-2.5 റുപ്യ റേഞ്ചൊക്കെ ഫിനാൻസ് കിട്ടും. 11 മേളിലേക്കാണോ? ഏകദേശം 12 മുതലുള്ള വണ്ടികൾക്കാണ് ഫിനാൻസ് ചാലുവായി തുടങ്ങുക. അപ്പോൾ അടുത്ത ഇന്നോവ ഇത് ഒരു ചെറിയ പൈസന്റെ ഒരു ഇന്നോവ 2005 മോഡൽ. 2005 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ ഒന്നും പിന്നെ നമ്മൾ പറയണ്ട, 2005 മോഡൽ അല്ലേ. ടൊയോട്ടന്റെ വണ്ടിയാണ്, കിലോമീറ്റർ ഒരു വിഷയമല്ല. ഓടിക്കാൻ വേണ്ടിയാണ് മേടിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2005 മോഡലിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലൊരു വണ്ടി. സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ 2.25 രൂപ ഒരു ഓഫർ പ്രൈസ്, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഓഫർ പ്രൈസ് 2.25 രൂപക്ക് ഫൈനലി നമുക്ക് കൊടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് 2.25 രൂപക്ക് ഇന്നോവ അല്ലേ? വെറും 2.25 രൂപക്ക്. അപ്പോൾ ഇവിടെ ഒരു എയർ ഇൻടേക്കിന്റെ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഡമ്മിയാണ്. അതൊക്കെ ഒരു വൃത്തിക്ക് വേണ്ടി ചെയ്തതാണ്, ആൾക്കാർ കസ്റ്റമേഴ്സ് ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാതെ ഉണ്ട്. ബാക്കി മേജർ കേസസ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും, കസ്റ്റമേഴ്സിന് വൃത്തിയാക്കി കൊടുക്കും. വണ്ടി ഒന്നുകൂടി വൃത്തിയാവും. ഒന്ന് ഇന്റീരിയർ ഒന്ന് പോളിഷ് ചെയ്ത് ഔട്ട് സൈഡ് ഒന്ന് പോളിഷ് ചെയ്താൽ മതി വണ്ടി. അപ്പൊ ഇത് 2013 G4 അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കിഡ്ലൻ സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതും കുട്ടപ്പനാക്കിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഇഷ്യൂസ്, മേജർ കേസസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 7.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിച്ചു നോക്കാം. 7.5. ഇതിനും ഏകദേശം ഒരു 1.5 മുടക്കാണെങ്കിൽ ബാക്കിയൊക്കെ ഏകദേശം ഫിനാൻസ് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടികൾക്കും പിന്നെ അവരെ എല്ലാ വണ്ടികൾക്കും അങ്ങനെ ഉണ്ടോ? ഇന്ത്യയുടെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത ഇന്നോവ ഇത് 2015 ഒറിജിനൽ കേരള വണ്ടി. അലോയ് ഡയമണ്ട് കട്ട് അലോയിൽ കമ്പനി അലോയിൽ ഉണ്ട്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം ഓടിയിരിക്കുന്നത് 2,60,60,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളൂ. അമാന ടൊയോട്ടയ്ക്ക് അവിടെ കൊണ്ടുപോയി പോലെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇവിടുന്ന് 30 കിലോമീറ്റർ അടുത്ത് ടൊയോട്ടയുടെ ഷോറൂം ഉണ്ട്, ഏകദേശം സർവീസ് സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 10.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നല്ല വെയിലല്ലേ? ഇത് വെയിൽ നല്ല അത്യാവശ്യം നല്ല വെയിൽ. വീഡിയോ ചെയ്യുമ്പോൾ വെയിൽ അറിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ പല കാരണങ്ങളാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് സമയം കിട്ടാറില്ല. വെയിലത്തായി പോകും. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തലവേദന ഉണ്ടാവും. വെയിലടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടാണ്, കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. ഇത് 2015 മോഡൽ G4 2015 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ? നല്ല വണ്ടിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ്, ബാക്ക് സ്പോയിലർ, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷൻ അല്ല, എക്സ്ട്രാ കുറച്ച് ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്കേർട്ടിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റന്റെ സ്കേർട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്പോർട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു അലോയിലും കൂടി ഇടണം. അത് കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ടും കൊടുക്കാം. ചെറിയൊരു പേയ്മെന്റ് പോലെ തരേണ്ടി വരുന്നുള്ളൂ, എന്നാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 9.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു വൈറ്റ് വണ്ടി തന്നെ 2013 G4. ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ എന്ന് പറയാൻ സ്പോയിലർ, സ്കേർട്ടിങ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ കമ്പനി അല്ലേ? സ്റ്റിക്കർ അല്ല, അത് G4 ആണ്. G4 സ്റ്റിക്കർ വരൂല, നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ബോഡി സ്റ്റിക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലാണെങ്കിലും നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആസ്കിംഗ് പ്രൈസ് എത്ര? ഇത് നമ്മൾ 7.40 ആണ് ആസ്ക് ചെയ്യുന്നത്. ഒരു 7.25 രൂപ ഫൈനൽ കിട്ടാൻ നമുക്ക് കൊടുക്കാം. 7.25 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും.
ഇതിനും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും? ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്ത വണ്ടി അടുത്തത് 2016 G4 നല്ല സിൽക്കി ഗോൾഡ് വണ്ടി. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സിൽക്കി ഗോൾഡ് കളറുള്ള MH റിയ ആയ വണ്ടി. MH റിയ ആക്കിയിട്ടുണ്ടല്ലേ? KL57 നമ്പർ ആയ വണ്ടി. അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടി? ഇത് നമ്മള് 10.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 10.5. നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് കൊടുക്കാൻ പറ്റും. 10.5 ആണ് ചോദിക്കുന്ന വില. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്? ഫിനാൻസ് അവൈലബിൾ ആണ്. മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്ത ഇന്നോവ. അടുത്തത് ഇത് 2015 G4 നമ്പർ ആയ വണ്ടിയാണ്. KL84 നമ്പർ ആയതാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9.25 രൂപ. 9.25 ചോദിക്കുന്നത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മാത്രം, ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അതൊക്കെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവരെ ഏറ്റോളും. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയായിട്ടേ ഇവര് തരുള്ളൂ അല്ലേ? ആ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പൊ അടുത്ത ഇന്നോവ. അടുത്തത് 2014 വി ഓപ്ഷൻ ഇന്നോവ. ഇന്നോവയാണ്. അല്ല റീ രജിസ്ട്രേഷൻ ആണ്. വണ്ടിയാണ്. 2014 റീ രജിസ്ട്രേഷൻ വണ്ടി. മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വെതർ സ്ട്രിപ്പ് കാര്യങ്ങൾ ഇതൊക്കെ അങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഏറെക്കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 9.25 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 9.25. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഫിനാൻസും കിട്ടും. അടുത്ത വണ്ടി. അടുത്തത് 2014 G4. 14 G4. അലോയ് ഉണ്ട്. എക്സ്ട്രാ അലോയ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മിറർ ഉണ്ട്. ഇന്റീരിയറിൽ ബാക്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയാണ്. ഫാൻസി നമ്പർ ആണ്. 90. അത് ഫ്രണ്ടിൽ ക്യാമറ വരുമ്പോൾ കാണിച്ചു കൊടുത്തേക്ക്. ഫാൻസി നമ്പർ ആണെന്നുള്ളത്. അപ്പൊ എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 8.5 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഒരു 8.40 35 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഫൈനലായിട്ട്. ഇതിന് ഫിനാൻസ് കിട്ടുന്ന ഫിനാൻസ് കിട്ടും. ഫാൻസി നമ്പർ ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത വണ്ടി ഇത് 2015 G3 എന്ന് പറയുന്ന ഓപ്ഷനാണ്. G3. G3 ആണ്. ഷോ കണ്ടീഷൻ അല്ല വണ്ടി? ഷോ കണ്ടീഷൻ ആണ്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ബ്രാക്കിൽ പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ 8.25 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 2015 G3 8.25 രൂപ. 8.25 ചോദിക്കുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. കുറച്ച് വേഗം തീർക്കാമല്ലോ. കുറെ വണ്ടികളുണ്ട്. വെറുതെ വെയിലുണ്ട്. പാടണ്ട. പിന്നെ അടുത്ത വണ്ടി ഇത് 2013 വി ഓപ്ഷൻ ആണ്. നമ്പർ ആയ വണ്ടിയാണ്. KL10 നമ്പർ ആയതാണ്. അലോയ് കമ്പനി അലോയിലാണ്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ 8.60 ഒരു 8.5 രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. അടുത്തത് സിൽക്കി ഗോൾഡ് 2015 G4 എക്സ്ട്രാ കമ്പനി വീലിന്റെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ്, സീറ്റ് കവർ, ബാക്കിൽ സ്കേറ്റിംഗ്, സ്പോയിലർ, ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇന്നോവയുടെ സ്പോർട്ടി ആയിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 9.25 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 9.60 ഫൈനൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 9.60 കൊടുക്കാം. നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടി തന്നെയാണ്. അടുത്ത വണ്ടി ഇതല്ലേ? അടുത്തത് 2013 വി ഓപ്ഷൻ. ഇതിന് ഇപ്പോ ഷോ കണ്ടീഷൻ അല്ല? ഷോ കണ്ടീഷൻ അല്ല. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കുഷനൊക്കെ ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല കുഷനിങ് ഉള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനും റീപ്ലേസ്മെന്റ് മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതിനും നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 8.5 രൂപയാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആണ്. നേരെ അടുത്ത വണ്ടി. ഇത് 2013 G4. നമ്പർ ആയ വണ്ടിയാണ്. HR റീ രജിസ്ട്രേഷൻ ആണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് അല്ലേ, അതുകൊണ്ടുള്ള വിഷയമാണ്. അപ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നീറ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ 7.25 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 7.25 അതിലെന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ട്. അവൈലബിൾ ആണ്. ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയെല്ലാം ഇറക്കാം കേട്ടോ. അതുകൊണ്ട് ഓരോ വണ്ടി എടുത്ത് പറയാത്തത്. ഇത് 2013 തന്നെ G4 മോഡൽ. G4 തന്നെയാണ്.
എക്സ്ട്രാ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? എക്സ്ട്രാ സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീറ്റാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റ് മേജർ കേസസ് ഒന്നുമില്ല. KL10 നമ്പറായ വണ്ടിയാണ്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 7 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 7 രൂപ. അതിലെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. അടുത്ത ഇന്നോവയിലേക്ക് വരുമ്പോൾ ഇത് 2013 വി ഓപ്ഷൻ ഇന്നോവ. ആണ്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിന് ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ബോണറ്റ്, ബമ്പർ, 2 ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയൊരു വണ്ടിയാണ്. അതിൻ്റെതായ വിലക്കുറവുണ്ട്. 13 വി ആണ്. നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്ന വില ഏകദേശം 7.25 രൂപയാണ് നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നുള്ളത്. മോഡൽ വില ഏകദേശം ഈ റീപ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം ഒരു 8-8.5 രൂപ മാർക്കറ്റുള്ള വണ്ടിയാണ്. അതാണ് നമ്മൾ 7.25 രൂപക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് ഈ റീപ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. ആൾക്കാർ വരിക, ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇത് 2013 വി തന്നെയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി. KL57 നമ്പർ ആയതാണ്. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില ഏകദേശം 8.25 രൂപ. 8.25. കമ്പനി അലോയി കാര്യങ്ങൾ, എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിട്ട് തന്നെ നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടല്ല ഇവിടെയുള്ള വണ്ടികൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഇപ്പോൾ സീറ്റ് ഏകദേശം എല്ലാ വണ്ടി കേസുകളും നമ്മൾ തീർത്തിട്ടാണ് വെക്കാറ്. സീറ്റ് കവറാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. എല്ലാ കാര്യങ്ങളും തീർത്തിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീറ്റ്നെസ് വണ്ടിയിലുണ്ടാവും. പിന്നെ നല്ല വെയിലാണ് ഞങ്ങൾക്ക് വീഡിയോ അപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും കുറെ വണ്ടികളുണ്ട് കേട്ടോ. അവിടെ XUV ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ താഴെ നമ്മളെ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ എത്തിയോസ് ക്രോസ്, ഓൾട്ടോ, അതേമാതിരി ചെറിയ ചെറിയ പൊടി വണ്ടികളും ഉണ്ട് നമ്മളെ കയ്യിൽ. ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ കാറ്റലോഗ് അയച്ചു കൊടുക്കും. അവർക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന വണ്ടികൾ അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക, വന്ന് നോക്കുക, വണ്ടി എടുത്തിട്ട് പോകുക. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വെയിൽ കൊള്ളുന്നതുകൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങളൊപ്പം നിന്ന് വെയിൽ കൊണ്ടുവരും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പുറത്തെ വണ്ടികൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.